So what's up DP Army? Welcome to this channel again. So guys, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു മെയിൻ സംഭവമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ടീം ഓഫ് ദ സീസൺ ഏപ്രിലിന് വരുന്നതാണ് നമ്മൾ EFC പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പറ്റിയിട്ടുള്ള ലീഗ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഗൈസ്, ഫസ്റ്റ് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോയിൻസ് കുറേ ഉണ്ടാക്കണം. നമ്മൾ പറ്റുന്ന അത്ര കോയിൻസ് ഉണ്ടാക്കി വയ്ക്കുക ഗൈസ്, അത്ര നമ്മൾ സേവ് ചെയ്ത് വയ്ക്കുക. ഈ സമയത്ത് നിങ്ങൾ OVR ഒന്നും കൂട്ടാൻ നോക്കരുത്. അതായത് നിങ്ങൾ കോയിൻസ് കൊടുത്ത് പുതിയ പ്ലെയറെ വാങ്ങിയിട്ട് OVR കൂട്ടരുത്. നിങ്ങളെടുത്ത് പുതിയ പ്ലെയർ എവിടെന്നെങ്കിലും കിട്ടിയ ബൈ ചെയ്യാതെ കിട്ടിയ പ്ലെയേഴ്സിനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലാത്തവരൊക്കെ 89 ഒക്കെ OVR ഉള്ളവരൊക്കെ സെല്ല് ചെയ്യാം. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാസ് പോയിൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യരുത്, സ്കൗട്ട് പോയിൻറ്റ്സിന് യൂസ് ചെയ്യേണ്ട. കാരണം നമുക്കത് സ്കൗട്ട് പോയിൻറ്റ്സ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ മെയിനായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെഞ്ചുറൻസിലുള്ള ഏതെങ്കിലും ഒരു പോയിൻറ്റ്സ്, അത് വേണമെങ്കിൽ ട്രേറ്റ് പോയിൻറ്റ്സത്തെ 3 ഏതെങ്കിലും ആവാം, അല്ലെങ്കിൽ ഗ്രോത്ത് പോയിൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് പോയിൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ സ്കൗട്ട് പോയിൻറ്റ്സ് ആവാം. അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ കിട്ടും. അതുകൊണ്ട് എല്ലാം നമ്മളൊന്ന് കുറച്ച് നമ്മൾ സേവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് അത് ടോട്ട്സ് പോയിൻറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പോയിൻറ്റ്സ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ടോട്ട്സ് പോയിൻറ്റ്സോ ആവും. അതുകൊണ്ട് നമുക്കത് സേവ് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും ബെസ്റ്റ്. സോ നെക്സ്റ്റ് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ UCL റോഡ് ടു ഫൈനൽ എന്ന് പറഞ്ഞ ഇവൻറ്റിൽ നമ്മളുടെ ചലഞ്ചർ ടിക്കറ്റ് ഉണ്ടാവുമല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാം. മിക്കവാറും നമുക്കത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഞാൻ അത്രയൊന്നും മാച്ച് കളിക്കാറില്ല, അതുകൊണ്ട് എൻ്റെ അടുത്ത് കുറേ ചലഞ്ചർ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് സംഭവം കുറച്ച് മെയിനായിട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ജംസ് ഏൺ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഒരു ഓഫറൊക്കെ ഉണ്ടല്ലോ, അതിൽ കൂടി നമ്മൾ ജംസ് ഏൺ ചെയ്ത് വെച്ചാൽ മതി. അതിൽ കൂടി നമുക്ക് കുറേ ജംസ് കിട്ടുന്നുണ്ട്. നമുക്ക് ജംസ് ടോട്ട്സിൽ നല്ല യൂസ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ജംസ് ഏൺ ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. പിന്നെ ഗൈസ്, നമ്മൾ മാർക്കറ്റിലത്തെ പ്ലെയേഴ്സിൻ്റെ റേറ്റൊക്കെ ഭയങ്കര ഡൗൺ ആയിരിക്കും ടോട്ട്സ് ഇവൻ്റൊക്കെ വരുമ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ നമ്മുടെ പ്ലെയേഴ്സിനെ സെല്ല് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അത്രയും ലോസ് വരും മാർക്കറ്റിൽ. പിന്നെ ഫ്രണ്ട്സ്, നമ്മുടെ സ്റ്റോറിൽ വന്ന പുതിയൊരു പാക്കാണ് ലിമിറ്റഡ് ടൈം ഓഫർ എന്ന് പറഞ്ഞാൽ. അതിന് 15.0k ജംസ് കൊടുക്കണം. അത് നമ്മൾ 20 പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ് ടൈം ഗിഫ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക. അത് നിങ്ങളിപ്പോൾ വാങ്ങിയത് നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ ടോട്ട്സ് ഇവൻ്റ് വരുമ്പോൾ നമുക്ക് കുറേ ജംസ് ആവശ്യമാണ്. അപ്പോൾ ഇത് നമ്മൾ സേവ് ചെയ്യണം ജംസ്. പുതിയ ഓഫറിന് ജംസ് ക്ലെയിം ചെയ്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ ഗിഫ്റ്റ് പാക്ക് വാങ്ങാം. അല്ലാത്തവർ ജംസ് സേവ് ചെയ്ത് വയ്ക്കുന്നത് കേട്ടോ നല്ലത്. സോ ഫ്രണ്ട്സ്, ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേമാതിരത്തെ അപ്ഡേറ്റ്സിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ FC മൊബൈൽ കളിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻസ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ.